ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ഷവർമ മടക്കിൻ്റെയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനൊക്കെ ഉണ്ടാക്കാം. നല്ല ഹെവിയാണ്, ഒന്ന് തിന്നാൽ തന്നെ വയറെല്ലാം ഫില്ലാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിന്, കൂടെ തന്നെ ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾ മൈദ ഇട്ട അതേ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വന്നിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ദോശ ചുടാൻ ഒരു ലൂസ് ബാറ്ററാണ് വേണ്ടത് കേട്ടോ. അതാ ഇതുപോലെ വേണം, ഇത്ര ലൂസിൽ വേണം നമുക്ക് അടിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കുക. അതിനായിട്ട് ഇപ്പോൾ ഞാനിതായിട്ട് കുറച്ച് വെജീസ് കട്ടാക്കി വെച്ചിന്. കാബേജ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ പച്ചമുളക്. അത്രയാണ് കേട്ടോ ഞാൻ വെജീസ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ച ഒരു ചിക്കനാണ്. അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് മയോണൈസും ടൊമാറ്റോ സോസുമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇതിൽ മല്ലിച്ചപ്പ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലിട്ടിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു 1.5 തവി നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല നേർങ്ങനെയായിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ദോശ ഒഴിച്ച് കൊടുക്കുമ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ ദോശ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റില്ല, ഉരുണ്ട് പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ. ഇനിയിപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടാകുമ്പം ജസ്റ്റ് ഒന്ന് ഇത് മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റെല്ലാം വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് എടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ. എനിക്കിപ്പോൾ ഈ മൈദൻ്റെ ബാറ്റർ കൊണ്ട് ഒരു 6 ദോശ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റീനെ. അപ്പോൾ അതാ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു ദോശ എടുത്തിന്. ഇനിയിപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് മയോണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്തതാണ്, അതൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലല്ലേ നമ്മൾ നേരത്തെ ദോശ ചുടാൻ വേണ്ടി ആക്കി വെച്ച ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഇതിൻ്റെ നടുക്കും കുറച്ച് മൈദൻ്റെ ബാറ്ററി വെച്ചിട്ടൊന്ന് നല്ല തിക്ക് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവനും ദാ ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഭാഗം ചൂടാകുമ്പോൾ നമുക്ക് മറിച്ചിടാം. അങ്ങനെ ഒരു ബ്രൗൺ കളറാകുന്നവരെ തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-6 മിനിറ്റെല്ലാം ഉണ്ടായാൽ തന്നെ ഇതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഷവർമ മടക്കിട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഷവർമൻ്റെ ഫില്ലിംഗ് എല്ലാം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല വിശന്നായിരിക്കുമല്ലോ അവർ വരിക.
അപ്പോൾ ഇത് ഒന്ന് കൊടുത്താൽ തന്നെ വയറെല്ലാം നല്ല ഫില്ലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.